അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്ത. ഞായറാഴ്ച ആണെങ്കിലും വാർത്തയ്ക്ക് ഒരു കുറവുമില്ല. വാർത്താഭരിത ഞായറാഴ്ചയാണ്. ഇവിടെ നമ്മുടെ അഞ്ജന എസ്, ഷാഹിദ, ഷമീർ, അനിൽ അക്ഷയ്, ജോസ്വിൻ ജോസഫ്, ലിനീഷ് ബാബു, റിൻസി മാനുൽ, ഗ്രേസി സെബാസ്റ്റ്യൻ, വിനീത, ദക്ഷാദീപ്തി, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടി ഒരു നല്ല ഉച്ചനേരം ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ചൂടുപിടിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി LDF കൺവീനർ ഇ.പി. ജയരാജൻ രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ലെന്നും ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ അയക്കുന്നത് വേസ്റ്റാണെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയെ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രൂക്ഷമായി വിമർശിച്ചു. പൗരത്വ ഭേദഗതി നിയമം, ഇന്ത്യ മുന്നണി, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റു വിഷയങ്ങളും തിരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാവുകയാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയയുമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല. താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ.പി. ജയരാജൻ. രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയും രംഗത്തെത്തി. രാജ്യം കടന്നുപോകുന്ന സ്ഥിതിയെക്കുറിച്ച് ശശി തരൂരിന് ബോധ്യമില്ലെന്നും വിമർശനം. ഫാസിസ്റ്റ് ശക്തികളോട് ഏറ്റുമുട്ടി എല്ലാവിധ മർദ്ദനങ്ങളും അനുഭവിക്കുന്ന, കേസുകൾ അനുഭവിക്കുന്ന അതാര് എന്നുള്ള ചോദ്യം ശശി തരൂരിനോട് ചോദിക്കുവാണ്. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം ഉൾപ്പെടെ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രതയോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. ജനാധിപത്യത്തെ ഇന്ന് BJP പലപ്പോഴും ഹൈജാക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ പലരും പല പാർട്ടികൾപ്പെട്ടവരും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിന്ന് ജയിച്ചവരും ഇന്ന് BJPയിലേക്ക് ചേക്കേറുന്നു. മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതകളിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ സർക്കുലറിൽ ആഹ്വാനം ചെയ്തു. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭയും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPM-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെന്ന വിവാദ് ദല്ലാൾ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തള്ളി LDF കൺവീനർ ഇ.പി. ജയരാജൻ. അത്തരം നീക്കം നടത്തിയിട്ടില്ലെന്നും ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നുമായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണം. ഞാൻ പത്മജ വേണുഗോപാലിനെ CPM-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അവർ പോയത് BJPയിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPM-ലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാണ് തോന്നുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാ, എന്താണ്, ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. എന്നാൽ ഇ.പിയുമായി നല്ല അടുപ്പമുണ്ടെന്നും ദല്ലാൾ എന്ന പേര് ചിലപ്പോൾ ഇ.പിക്ക് അറിയില്ലായിരിക്കുമെന്നായിരുന്നു TG നന്ദകുമാറിന്റെ പ്രതികരണം. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയാല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പം എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹം തന്നെ ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറയണം, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം. ഞാനെങ്ങനെ പറയും അറിയില്ലെന്ന് പറഞ്ഞ്? അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അവർ കാണാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല. ദീപ്തി മേരി വർഗീസിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നാണ് കണ്ടത്. അല്ല, ഒരിക്കൽ വന്നിരുന്നു അന്ന് ഭക്ഷണം കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമയത്ത്. അതിനുശേഷം വന്നിട്ടില്ല.
കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ NDA. എറണാകുളത്ത് മേജർ രവി സ്ഥാനാർത്ഥിയായേക്കും. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്തെ സ്ഥാനാർത്ഥി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ വലയുകയാണ് NDA. ഒഴിച്ചിട്ട സീറ്റുകളിൽ മറ്റു മുന്നണികളിൽ നിന്നെത്തുന്നവരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പുതിയ തന്ത്രം. എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. കെ സുരേന്ദ്രൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ മേജർ രവി സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതായാണ് വിവരം. ആലത്തൂരിൽ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. വിരമിക്കൽ ദിവസം പ്രിൻസിപ്പലിന് SFI കുഴിമാടമൊരുക്കി യാത്രയാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായി ഡോക്ടർ സരസുവിനെ BJP ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. കുമ്മനം രാജശേഖരനെയോ BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറിനെയോ സ്ഥാനാർത്ഥിയാക്കും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന കുമ്മനം രാജശേഖരൻ പാർട്ടിയെ അറിയിച്ചതായാണ് വിവരം. അന്തിമ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം നാളെ പ്രഖ്യാപനം നടത്തിയേക്കും. 24 കൊച്ചി. ജോസഫ് ചോദിക്കുന്നുണ്ട്, മലക്കം മറിയുന്നവരുടെ എണ്ണം തെരഞ്ഞെടുപ്പാകുമ്പോൾ കൂടി വരുവാണല്ലോ. അതിനിയും കൂടി വരും. ഇനി എത്ര മലക്കം മറിച്ചൽ കാണാതിരിക്കുന്നു നമ്മൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. 2 ഘട്ടങ്ങളിലായി ഇതുവരെ 83 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അവശേഷിക്കുന്ന സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകും. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം മറ്റന്നാൾ ചേരും. രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമോ എന്നതാണ് ആകാംക്ഷ. ഭാരത് ജോഡോ യാത്ര സമാപിച്ചതോടെ വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയും സജീവമാകും. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ പ്രവർത്തക സമിതിയും ചേരും. വനിതകൾ, യുവജനങ്ങൾ, കർഷകർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ളതാകും കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയേക്കും. സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ കഴിയാത്ത ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ തുടരുകയാണ്. ബംഗാളിൽ ഇടതുമുന്നണിയുമായുള്ള ചർച്ചയും വേഗത്തിൽ പൂർത്തിയാക്കി NDAക്കെതിരെ കരുത്താർജിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. 24 ഡൽഹി. മുംബൈയിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് പരിപാടി. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. വമ്പൻ നേതാക്കളെ സ്വീകരിക്കാൻ വേദി തയ്യാർ. 10,000-കണക്കിന് പ്രവർത്തകർക്കായി മൈതാനവും. SP-യിൽ നിന്ന് അഖിലേഷ് യാദവ്, RJD-യുടെ തേജസ്വി യാദവ്, DMK നേതാവ് MK സ്റ്റാലിൻ അടക്കം നേതാക്കൾ വരവുറപ്പിച്ചിട്ടുണ്ട്. ഇടതു പാർട്ടികളുടെ പങ്കാളിത്തം ഇപ്പോഴും സംശയത്തിൽ. ഇന്ത്യ മുന്നണിയുടെ യോഗം ഇതിനു മുമ്പ് മുംബൈയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരുന്നവരിൽ നിതീഷ് കുമാർ അടക്കം പലരും മുന്നണി വിട്ടുപോവുകയോ മുന്നണിയിൽ നിന്ന് അകലുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ റാലിയിൽ പരമാവധി പേരെ എത്തിക്കുക കോൺഗ്രസിന് നിർണായകവും. വൈകിട്ട് 5 മണിയോടെയാണ് പരിപാടി. 4 മണിക്കൂറോളം നീണ്ടു നിൽക്കും. രാവിലെ മഹാത്മാഗാന്ധിയുടെ മുംബൈയിലെ വസതിയായ മണിഭവനിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പദയാത്ര നടത്തി. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി, നടി സ്വര ഭാസ്കർ, ആനന്ദ് പട്വർദ്ധൻ അടക്കം പ്രമുഖർ റാലിയിൽ അണിനിരന്നു. പരമാവധി പാർട്ടികളിലെ പരമാവധി നേതാക്കളെ ഒരുമിച്ച് ഈ വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ശിവാജി പാർക്കിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന മഹാറാലി അത് ഇന്ത്യ മുന്നണിക്കകത്തെ കെട്ടുറപ്പിനുള്ള സാക്ഷ്യപത്രമായി മാറും. ശിവാജി പാർക്കിൽ നിന്നും വരുൺ ബി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. സാനു കൃഷി പറയുകയാണ്, ഹാഷ്മി നല്ല ചൂട് വയ്യ എന്ന് പറയുന്നു. ഈ ചൂടെന്ന് പറഞ്ഞാൽ മിനിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന പരിപാടിക്ക് പോയായിരുന്നു. അയ്യോ, ചൂടെന്ന് പറഞ്ഞുണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൊടിയ ചൂടാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട അവസ്ഥയുള്ള ആൾക്കാരെ സല്യൂട്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കർണാടക BJP-യിൽ തുടങ്ങിയ തർക്കം മുറുകുന്നു. മകന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് മുൻ ആഭ്യന്തരമന്ത്രിയായ KS ഈശ്വരപ്പ. 3 സീറ്റുകളെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന JDS-നെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. 20 സീറ്റുകളിലേക്കാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളെയും സിറ്റിംഗ് MPമാരെയും എല്ലാം ഒഴിവാക്കിയാണ് BJP ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയത്. ഇതോടെ ആരംഭിച്ച ആഭ്യന്തര തർക്കം രൂക്ഷമായി തുടരുകയാണ്. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നൽകണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം നിരാകരിച്ചതോടെ ഇടഞ്ഞ KS ഈശ്വരപ്പ പാർട്ടി വിടുമെന്ന സൂചനകളുണ്ട്. മാത്രമല്ല, ഈശ്വരപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിച്ചേക്കും. BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ മുതിർന്ന നേതാവായ ജഗദീഷ് ഷെട്ടാറും ഇടഞ്ഞു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ പോയി BJP-യിൽ എത്തിയതാണ് ഷെട്ടാർ. ഹുബ്ബള്ളി, ധാർവാഡ്, ഹാവേരി മണ്ഡലങ്ങളായിരുന്നു ഷെട്ടാർ ആവശ്യപ്പെട്ടത്. ഇവിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവുകയും ചെയ്തു. 3 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന JDS-ഉം BJP-ക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്.
മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ സീറ്റുകൾ വേണമെന്നാണ് ആവശ്യം. എന്നാൽ മാണ്ഡ്യയിൽ സുമലതയെ മത്സരിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ഇതേ സീറ്റിൽ തന്നെ മത്സരിക്കാനാണ് കുമാരസ്വാമിയുടെയും ശ്രമം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ 25-ന് മാണ്ഡ്യയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കുമാരസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ബംഗളൂരു. രാമകുടിയാണ് പറയുന്നുണ്ട് കേട്ടോ, പാലക്കാട് ചൂട് 40 ഡിഗ്രി ആവുന്നു, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചൂട് മാത്രമല്ല, ഇത് ഹ്യൂമിഡിറ്റിയാണ്, അതാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്ര നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു തരം ചൂടാണ്. CPM-യുമായുള്ള പഠനപ്പിളക്കം അവസാനിപ്പിച്ച് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ CPM-ന്റെ പ്രാഥമിക അംഗത്വം പുതുക്കും. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും S. രാജേന്ദ്രൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് മുൻ നേതാവ് U. ഹൈദ്രോസ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവികുളം MLA-യുമായിരുന്ന S. രാജേന്ദ്രൻ BJP-യിലേക്കെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ ഇടപെടൽ. അനുനയ നീക്കം ഫലം കണ്ടു. പാർട്ടിയുമായി S. രാജേന്ദ്രൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിൽ MM മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. പാർട്ടിക്കൊരു ഓറൽ പറ്റുന്ന ഒരു കാര്യങ്ങളും പറയാനോ ചെയ്യാനോ താല്പര്യമുള്ള ആളല്ല. തെരഞ്ഞെടുപ്പിലും ആ സമീപനം ഉണ്ടാവും. ലീഗിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് U. ഹൈദ്രോസിന്റെ പ്രഖ്യാപനം. 43 വർഷം ലീഗിലെ സജീവ പ്രവർത്തകനായിരുന്നു U. ഹൈദ്രോസ്. ഇടതുപക്ഷമാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാം കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നീങ്ങി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എൻ്റെ മനസ്സ് അനുവദിക്കുന്നത്. നേരത്തെ നവകേരള സദസ്സ് മലപ്പുറത്തെത്തിയപ്പോൾ കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പ്രഭാത സദസ്സിലും ഹൈദ്രോസ് പങ്കെടുത്തിരുന്നു. തനിക്കൊപ്പമുള്ളവരും LDF-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് U. ഹൈദ്രോസ് പറഞ്ഞു. 24 ഇടുക്കി. ചേറും ചേറാടിച്ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. നമസ്തേ ആഷ്മി. നമസ്തേ ചേട്ടാ. ഇവിടെ ഒരുപാട് പ്രീപോൾ സർവേ ഏജൻസികളുണ്ട്. രാഷ്ട്രീയ കക്ഷികളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എത്ര എണ്ണം നടപ്പാക്കി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഏജൻസി ഉണ്ടോ? മറുപടി തരാമോ എന്ന് ചോദിക്കുകയാണ്. ശരിയാട്ടോ, അത് ഈ സർവേകൾ ഉൾപ്പെടുത്താൻ പറ്റിയ ചോദ്യമാണ്. നമുക്ക് അത് നോക്കുകയും ചെയ്യാം. അനുവിൻ്റെ കൊലപാതക പിടിയിൽ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിൽ. കൊണ്ടോട്ടി സ്വദേശി മുജീബാണ് പിടിയിലായത്. ആഭരണങ്ങൾ കവരാനായി അനുവിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതി ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പേരാമ്പ്രയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനുവിനെ പ്രതി മുജീബ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതിയായ കൊണ്ടോട്ടി സ്വദേശി മുജീബ് കൊടും ക്രിമിനലാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. മോഷണം, ബലാത്സംഗം ഉൾപ്പെടെ 55 കേസുകളാണ് മുജീബിന്റെ പേരിലുള്ളത്. പോലീസ് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെ: മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി പ്രതി പേരാമ്പ്രയിലെത്തി. ധൃതിയിൽ നടന്നു വരികയായിരുന്ന അനുവിന് സഹായം വാഗ്ദാനം ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയ ശേഷം ആളൊഴിഞ്ഞിടത്ത് വെച്ച് തോട്ടിലേക്ക് തള്ളിയിട്ടു. വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷം ആഭരണങ്ങളുമായി രക്ഷപ്പെട്ടു. CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് മുജീബ് പിടിയിലാകുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായിരുന്നു അന്വേഷണം. നഷ്ടപ്പെട്ട ആഭരണങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊലപാതകം നടന്ന സംഭവ സ്ഥലത്തെത്തിച്ച് പ്രതിയുമായി ഉടൻ തെളിവെടുപ്പ് നടത്തും. അതിക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് മൂളിയങ്ങൽ എന്ന ഗ്രാമം. ആശിഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മാട്ടുപ്പെട്ടിയിൽ വഴിയോരക്കട ആക്രമിച്ചു. മൂന്നാറിൽ 2 പേരെ കൊലപ്പെടുത്തിയ കട്ടക്കൊമ്പനെ പ്രകോപിപ്പിച്ച് 2 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. കണ്ണൂർ കേളകത്തിറങ്ങിയ കടുവയ്ക്കായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പുലർച്ചെ 6:30യോടെയാണ് മാട്ടുപ്പെട്ടി ബോട്ട് ലാൻഡിങ്ങിനടുത്ത് പടയപ്പ ഇറങ്ങിയത്. വഴിയോരക്കട തകർത്ത കാട്ടാന കടയിലെ സാധനങ്ങളും ഭക്ഷിച്ചു. RRT ടീമെത്തി തുരത്തിയെങ്കിലും പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നേരിമംഗലം കാഞ്ഞിരവേലിയിലും വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനെ പ്രകോപിപ്പിച്ച ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ, രവി എന്നിവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തു. ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് നടപടി. ഇരുവരെയും ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. കണ്ണൂർ കേളകത്ത് കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂട് സ്ഥാപിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കഴിഞ്ഞ മാസമാണ് സമീപ മേഖലയായ കൊട്ടിയൂരിൽ നിന്ന് മറ്റൊരു കടുവയെ വനംവകുപ്പ് പിടികൂടിയത്. പ്രദേശത്ത് RRT സംഘത്തെ നിയോഗിച്ചു. 24 ഇടുക്കി.
ലില്ലി ജോളിയിൽ പറയുന്നു, മനസാക്ഷി പോലും നഷ്ടപ്പെട്ട ക്രൂരന്മാരാണ് ഇന്ന് പല മനുഷ്യരും എന്ന് പറയുന്നു. 55 കേസുള്ള അയാളെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ആഷ് പറയുന്നു, ഈ 55 കേസൊക്കെയുള്ള ക്രിമിനലുകൾ ഇറങ്ങി നടക്കുന്ന ഡാഷ് നിയമവ്യവസ്ഥ എന്ന് പറയുകയാണ്. അത് ധാർമ്മികരോഷമാണ്. ആ ധാർമ്മികരോഷം ആർക്കും തോന്നുന്ന ധാർമ്മികരോഷമാണ്, കുറ്റം പറയാനില്ല. അറബിക്കടലിൽ ചരക്ക് കപ്പൽ MV റൂയിസിനെ കീഴ്പ്പെടുത്തിയ സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യൻ നാവികസേന. 35 കടൽക്കൊള്ളക്കാരെയാണ് കസ്റ്റഡിയെടുത്തത്. 40 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഇന്നലെയാണ് നാവികസേന കപ്പൽ മോചിപ്പിച്ചത്. കപ്പലിലെ 17 ജീവനക്കാരും സുരക്ഷിതരാണ്. കഴിഞ്ഞ ഡിസംബർ 14-ന് അറബിക്കടലിൽ വച്ചാണ് MV റൂയിൻ എന്ന ചരക്കു കപ്പലിനെ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ആക്രമിക്കുന്നത്. തുടർന്ന് രക്ഷാദൗത്യം നാവികസേന ഏറ്റെടുത്തു. ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ കടൽക്കൊള്ളക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൊള്ളക്കാർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 40 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കൊള്ളക്കാരെ നാവികസേന കീഴ്പ്പെടുത്തിയത്. ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 35 കൊള്ളക്കാരെയും നാവികസേന കസ്റ്റഡിയിലെടുത്തു. ദൗത്യത്തിന് നേതൃത്വം നൽകിയത് നാവികസേനയുടെ സ്പെഷ്യൽ മറൈൻ കമാൻഡോ ഫോഴ്സാണ്. 17 ജീവനക്കാരുമായി ചരക്കുകപ്പൽ പടിഞ്ഞാറൻ തീരത്തേക്ക് യാത്ര തുടങ്ങിയതായും നാവികസേന അറിയിച്ചു. ഇന്ത്യൻ തീരത്ത് നിന്ന് 2600 കിലോമീറ്റർ അകലെ സൊമാലിയൻ തീരത്തായിരുന്നു ദൗത്യം. നാവികസേനയുടെ INS കൊൽക്കത്തയാണ് ദൗത്യത്തിൽ ഭാഗമായത്. മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും നാവികസേന അറിയിച്ചു. 24 ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമൻസ്. ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ട ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് നൽകിയത്. നാളെ ഹാജരാകാനാണ് നിർദ്ദേശം. ED രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിന് പുറമെ ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ED പിടിമുറുക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ED ഡൽഹി മുഖ്യമന്ത്രിക്ക് സമൻസ് നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസാണിത്. ജൽ ബോർഡിലെ അനധികൃത ടെൻഡറിംഗ് സംബന്ധിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിനെ കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന് മന്ത്രി അതിഷി പ്രതികരിച്ചു. एक और फर्जी केस में कल अरविंद केजरीवाल जी को नोटिस भेज दिया. उन्होंने दिल्ली जल बोर्ड से जुड़े हुए किसी इन्वेस्टिगेशन को ज्वाइन करने को कहा है. एक ऐसा केस जो आज तक हमें पता भी नहीं चला है. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കേജ്രിവാളിനെ തടയാനാണ് പ്രധാനമന്ത്രിയും EDയും CBIയും ലക്ഷ്യമിടുന്നതെന്നും അതിഷി ആരോപിച്ചു. इसमें ED ने केस क्या दर्ज किया है इस पर कोई खबर नहीं है. इस 100% फर्जी मामले में भी कल मोदी जी की सरकार ने अरविंद केजरीवाल को समन भेज दिया. മദ്യനയ അഴിമതി കേസിൽ ED കോടതിയിൽ നൽകിയ പരാതിയിൽ കേജ്രിവാളിന് ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആം ആദ്മിയെയും കേജ്രിവാളിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് EDയുടെ നീക്കം. 24 ഡൽഹി. ഇപ്പോൾ റെജി ആലോചിക്കുന്നു, റേഷൻ കാർഡിങ് മസ്റ്ററിംഗ് ഇന്നുണ്ടോ ചോദിക്കുന്നു. ജോസ്ഫിൻ ജോസഫ്, ഹാഷ്മി പുറം നാളെ റേഷൻ മസ്റ്ററിംഗ് ഉണ്ടോ? ഇല്ല കേട്ടോ, റേഷൻ മസ്റ്ററിംഗ് ഒരു അറിയിപ്പുണ്ടാകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. സാങ്കേതിക തകരാറാണ് കാരണം. സാങ്കേതിക തകരാർ എപ്പോൾ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവില്ല. എന്തായാലും തൽക്കാലം മസ്റ്ററിംഗ് ഇല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ പരിഹാരമായില്ല. മരുന്ന് വിതരണം നിലച്ച് ഒരാഴ്ച പിന്നിട്ടതോടെ വിതരണക്കാരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ചയ്ക്ക് വിളിച്ചു. കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നാണ് വിതരണക്കാരുടെ ഉറച്ച നിലപാട്. മരുന്ന് വിതരണം നിലച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം. മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നാളെ ചർച്ച നടത്തും. ഡിസംബർ വരെയുള്ള കുടിശ്ശികയായ 75 കോടി രൂപ തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നതാണ് വിതരണക്കാരുടെ നിലപാട്. സർക്കാർ ഫണ്ട് അനുവദിക്കാതെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. ഇതോടെ പ്രശ്നപരിഹാരം നീളാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സംസ്ഥാന വ്യാപകമായി മരുന്ന് വിതരണം നിർത്താനും വിതരണക്കാർ ആലോചിക്കുന്നുണ്ട്. മരുന്നും സർജിക്കൽ വസ്തുക്കളും കിട്ടാതായതോടെ രോഗികളുടെ ദുരിതവും തുടരുകയാണ്. 24 കോഴിക്കോട്. അൻസാർ ബീഗം പറയുന്നുണ്ട്, കേരളത്തിൽ ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം അറിയാത്തതാണോ അതോ മനസ്സിലാകാത്ത മാതിരി അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുകയാണ്. എന്തായാലും മരുന്നുക്ഷാമം ഉണ്ട്. അതല്ലാതെ പണ്ടൊരിക്കൽ മന്ത്രി സഭയിൽ പറയുന്നത് പോലെ ഇതൊക്കെ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും മാത്രം ആരോപണമല്ല. അവിടെ മരുന്നുക്ഷാമമുണ്ട്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.
റമദാൻ കാലത്ത് ആശുപത്രികളിലും മറ്റുമെത്തുന്നവർക്ക് നോമ്പ് തുറക്കാൻ കൈത്താങ്ങാവുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും സൗജന്യമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നത്. അപ്രതീക്ഷിതമായി രോഗികളായി മാറിയവർ, അവർക്കൊപ്പം ഒരു കൈ സഹായമായി കൂട്ടിരിക്കുന്നവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നോമ്പു തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസകരങ്ങൾ നീട്ടുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം. ഇഫ്താർ പ്രോഗ്രാം തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. ഓരോരോ വർഷങ്ങളിലും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. കാരണം കാഷ്വാലിറ്റി ഇപ്പോൾ ഇവിടെ ആയതിനു ശേഷം, ഫ്രണ്ട് ലൈൻ ആയതിനു ശേഷം എല്ലാവരും നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്ന ഇവിടെയാണ്. ഇവിടെ വരുന്ന യാത്രക്കാർ, ഇതുവഴി പോകുന്ന മറ്റ് ദൂരങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ വിഷമിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ വിഭവങ്ങൾ കൊടുക്കുകയാണ്. വൈകിട്ട് 4 മണി മുതൽ ഈത്തപ്പഴം, വിവിധതരം പഴങ്ങൾ, ബിരിയാണി, ജ്യൂസുകൾ എന്നിവ വിതരണം ചെയ്തു തുടങ്ങും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, ഡോക്ടർമാർ, മറ്റു ജോലിക്കാർ തുടങ്ങി 2000-ഓളം പേർക്കാണ് ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത്. മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിലാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. 24 കോഴിക്കോട്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇതാരും പ്രേക്ഷകർ പറയാനുണ്ട്. 3 മാസമായിട്ടും വണ്ടിയുടെ RC ബുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നില്ല. പോസ്റ്റൽ സ്റ്റാമ്പും കവറിനുമുള്ള ക്യാഷ് നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് RC ബുക്ക് കാത്തിരിക്കുന്നത്. വണ്ടി വിൽക്കാനോ അനുബന്ധ കാര്യത്തിനോ സാധിക്കാത്ത വിധം പ്രയാസത്തിലാണ് എന്നൊരു പ്രേക്ഷകർ പറഞ്ഞു. നേരത്തെ മുതൽ കേൾക്കുന്ന പരാതിയാണ്. അതിന് പരിഹാരമില്ല, നിലനിൽക്കുന്നു എന്നുള്ളത് സങ്കടകരവുമാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നും നിർദ്ദേശമുണ്ട്. വിഷയം നാളെ ഹൈക്കോടതി പരിഗണിക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ നിലവിലെ അഗ്നിരക്ഷാ സംവിധാനത്തിൽ അമിക്കസ് ക്യൂറിക്ക് പൂർണ്ണ തൃപ്തിയില്ല. അപകടം ആവർത്തിക്കാതിരിക്കാൻ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് വേണമെന്നാണ് നിർദ്ദേശം. പ്ലാന്റിലെ ചെറു തീപിടുത്തങ്ങൾ തുടക്കത്തിൽ തന്നെ തടയുക, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ. അമിക്കസ് ക്യൂറിമാരായ TV വിനു, പൂജ മേനൻ, S വിഷ്ണു എന്നിവരാണ് റിപ്പോർട്ട് നൽകിയത്. BSF പ്ലാന്റ് സജ്ജമാക്കുന്നതുവരെ ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ബദൽ സംവിധാനം ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. വിഷയം നാളെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കും. തീപിടുത്തം അടക്കമുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് 2 ജഡ്ജിമാരും കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സന്ദർശനം നടത്തിയിരുന്നു. 24 കൊച്ചി. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ പ്രതികരിച്ച് കൊല്ലം LDF സ്ഥാനാർത്ഥി M മുകേഷ് തന്റെ ദേഹത്ത് മീൻവെള്ളം ഒഴിച്ചെന്ന വ്യാജ പ്രചരണം മറ്റൊന്നും തനിക്കെതിരെ കിട്ടാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മീൻവെള്ളം മോശമല്ലെന്നും തീരദേശമായ കൊല്ലംകാർക്ക് മീൻവെള്ളം നാറില്ലെന്നും മുകേഷ് പറയുന്നു. ഒരു സ്ഥലത്ത് സ്റ്റേണായിട്ട് നിൽക്കുന്ന LDF ഭരണം, LDFന്റെ പ്രസക്തി, ഇപ്പോൾ LDF ജയിക്കേണ്ട ആവശ്യകത, ഇതെല്ലാം തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വേവലാതിയോ ഒരു ഭയമോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രഥമദൃഷ്ടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, മീൻവെള്ളം എന്താ മോശമാണ്? ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാർ വന്ന് കടലിൽ ചാടിയില്ലയോ? അപ്പം മീൻ നല്ല സ്മെല്ലായിരുന്നു. ഇപ്പം എൻ്റെ പുറത്തൊഴിച്ചപ്പം മീൻവെള്ളം മോശം. അത് ഒരു മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവരെ ജോലി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്ട്രൈറ്റ് നല്ല രീതിയിൽ മത്സരിക്കണം, ജനങ്ങൾ തീരുമാനിക്കണം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിസന്ധിയിലായ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകും. വിമതരെ BJP സ്ഥാനാർത്ഥികളാക്കിയേക്കും. വിപ്പ് ലംഘിച്ചതിന് അയോഗ്യരാക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരുടെ മണ്ഡലങ്ങളിൽ ജൂൺ 1-നാണ് ഉപതെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജൂൺ 1-നാണ് ഹിമാചലിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ നാടകം അരങ്ങേറിയ ഹിമാചലിൽ കോൺഗ്രസിനിത് ജീവൻ മരണ പോരാട്ടം. 6 ഇടങ്ങളിലും സീറ്റ് നിലനിർത്തിയില്ലെങ്കിൽ സുഖു സർക്കാർ തുലാസിലാകും. 68 അംഗസംഖ്യയുള്ള ഹിമാചലിൽ 6 പേരെ അയോഗ്യരാക്കിയതോടെ നിലവിലെ അംഗബലം 62 ആണ്.
കോൺഗ്രസിന്റെ അംഗസംഖ്യ 40-ൽ നിന്ന് 34-ആയി കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന് ഭരണം നിലനിർത്താൻ കഴിയൂ. വിമതർ എല്ലാ കാലത്തും തലവേദനയാകുന്ന ഹിമാചലിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായാൽ ഉത്തരേന്ത്യയിൽ കൈപ്പിടിയിലുള്ള ഏക സംസ്ഥാനവും നഷ്ടമാകും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിമതരെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. ധർമ്മശാല, സുജൻപൂർ ഉൾപ്പെടെയുള്ളവയാണ് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന മണ്ഡലങ്ങൾ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതോടെ കോൺഗ്രസിലെ അതൃപ്തരെ റാഞ്ചാനുള്ള ശ്രമത്തിലാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഹിമാചലിലെ തെരഞ്ഞെടുപ്പും ഇതോടെ കോൺഗ്രസിന് നിർണായകമാകും. 24 ഡൽഹി. കലാപത്തിൽ 200-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായ മണിപ്പൂർ പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും തിരിച്ചടി നേരിടുന്നതും മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ച പ്രചാരണവുമാണ്. 2023 മെയ്യിൽ ആരംഭിച്ച കലാപം ഇപ്പോഴും പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ല. വീടും നാടും ഉപേക്ഷിച്ച് ഇരകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മെയ്തേ, കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തുക വലിയ വെല്ലുവിളിയാണ്. 2019 NDA തുണച്ച മണിപ്പൂരിൽ ഇക്കുറി കലാപവും അതിജീവനവുമാണ് പ്രധാന ചർച്ചാ വിഷയം. മെയ്തേ ഭൂരിപക്ഷം മണ്ഡലമായ ഇന്നർ മണിപ്പൂരും മറ്റൊന്ന് നാഗാ കുക്കി മണ്ഡലമായ ഔട്ടർ മണിപ്പൂരുമാണ് മണ്ഡലങ്ങൾ. ക്രൈസ്തവ വിഭാഗങ്ങൾ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള BJP നീക്കത്തിന് വിലങ്ങുതടിയാണ് മണിപ്പൂർ കലാപം. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് പ്രതിപക്ഷം രാജ്യവ്യാപക പ്രചരണമാക്കി ഉയർത്തിക്കഴിഞ്ഞു. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡ്, അസം, മിസോറാം എന്നിവിടങ്ങളിൽ കലാപം ഇക്കുറി ജനവിധിയെ സ്വാധീനിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അഭയം തേടിയവർക്ക് ക്യാമ്പുകളിൽ തന്നെ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കാനാണ് തീരുമാനം. ഏപ്രിൽ 19, 26 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായാണ് മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ്. 24 ഡൽഹി. ചാലക്കുടിയിൽ LDF കൺവെൻഷനിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി. പരിയാരം പഞ്ചായത്തിലെ തൊഴിലാളികൾക്കായാണ് പാർട്ടി നേതൃത്വത്തിന്റെ പേരിൽ ചുമതലക്കാരി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. തൊഴിലുറപ്പ് മേറ്റായ താര രവിയെ തള്ളി പഞ്ചായത്ത് ഭാരവാഹികൾ രംഗത്തെത്തി. പണി ഉണ്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തുമല്ലോ. പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യേ. നിങ്ങൾ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ. നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാനല്ല ഞാൻ വരാൻ പറഞ്ഞത്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് ചുമതലക്കാരി താര രവി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളും ഇതിൽ പങ്കെടുത്തില്ല. ഇതോടെ പ്രകോപിതയായ താര തൊഴിലാളികളെ അസഭ്യം പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യേ. നിങ്ങൾ ഏതടുപ്പിലെങ്കിലും കൊണ്ടുപോയി കുത്ത്. നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല അവര് ഈ ഓടി നടക്കുന്നത്. ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടത്തിനും പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണും പുറത്തുള്ളവർക്ക് ഇവർക്കും വേണ്ടി പൊക്കോ. 100 തൊഴിൽ ദിനം തന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഈ വർഷം തൊഴിൽ നൽകില്ലെന്നുമാണ് ഭീഷണി. മറ്റു വാർഡുകളിലുള്ളവർക്ക് പകരം തൊഴിൽ നൽകാൻ നിർദ്ദേശിച്ചതായി താര പറയുന്നു. എന്നാൽ താരയുടെ ശബ്ദ സന്ദേശം സ്ഥിരീകരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണി സന്ദേശം തള്ളി. തങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല താര ഭീഷണിപ്പെടുത്തിയത്, അതിൽ ഉത്തരവാദിത്തമില്ലെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസ്റ്റിൻ പറയുന്നു. പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് നൽകാൻ മാത്രമാണ് താരയെ ചുമതലപ്പെടുത്തിയതെന്ന് പഞ്ചായത്ത് അറിയിച്ചു. 24 തൃശൂർ. ഷാജൻ മാത്യു ചോദിക്കുകയാണ്, കേരളത്തിൽ BSc നഴ്സിംഗ് നീറ്റ് നിർത്തലാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവേശന പരീക്ഷ ഇക്കുറി നടത്തുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞാണ്. പക്ഷേ അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇക്കുറിയും +2 പരീക്ഷ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കോടതിയൊക്കെ സമീപിച്ചതാണ്. അവർ പറഞ്ഞിരുന്നത് 10 ലക്ഷം രൂപ വരെ തലവരി പണം വാങ്ങുന്നതുകൊണ്ട് പ്രവേശന പരീക്ഷ വേണം എന്ന് കുട്ടികളുടെ കൂടി ആവശ്യമായിരുന്നു. സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്തുകൊണ്ടോ നടക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. അതൊന്നുകൂടി നോക്കാം കേട്ടോ. എന്തായാലും ഷാജൻ. റസാക്ക് പറയുകയാണ്, RC പോലെ ലൈസൻസും കിട്ടുന്നില്ല, 3 മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ല, കാശ് മുൻകൂട്ടി ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ അത് വളരെ വ്യാപകമായ പരാതിയാണ്. പത്തനംതിട്ട കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ ആത്മഹത്യയിൽ അടൂർ RDOയോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മനോജിന് CPIM നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മനോജിന്റെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് 12 വില്ലേജ് ഓഫീസർമാർ കളക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കളക്ടർ പ്രേംകൃഷ്ണൻ RDOയോട് റിപ്പോർട്ട് തേടിയത്. RDO നൽകുന്ന റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറുമെന്ന് കളക്ടർ അറിയിച്ചു. സമഗ്ര അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൈമാറി. മണ്ണെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നും ഇത് തടയണമെന്നും വില്ലേജ് ഓഫീസർമാരുടെ പരാതിയിൽ പറയുന്നു. ഇതിനു പിന്നാലെ കളക്ടർ മനോജിന്റെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മനോജിന് ഭരണകക്ഷിയിലെ ആളുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം.
ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് മനോജിന്റെ ഔദ്യോഗിക ഫോണിലേക്ക് വന്ന കോളുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. 24 പത്തനംതിട്ട. ദുബായിൽ മലയാളി യുവാവിനെ കാണാനില്ലെന്ന് പരാതി. വയനാട് സ്വദേശി അഫ്സലിനെയാണ് കഴിഞ്ഞ 2-ാം തീയതി മുതൽ കാണാതായത്. സുഹൃത്തിന്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് താമസ സ്ഥലത്തുനിന്ന് പോയ അഫ്സൽ മടങ്ങി വന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. വയനാട് സ്വദേശിയായ അഫ്സലിനെ ഈ മാസം 2 മുതലാണ് ദുബായിൽ നിന്ന് കാണാതായത്. നേരത്തെ ദുബായിലെ ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന അഫ്സൽ കുറച്ചുനാൾ നാട്ടിൽ നിന്ന ശേഷം പുതിയ ജോലിക്കായി ദുബായിൽ എത്തിയതായിരുന്നു. ദുബായ് അൽവർക്കയിലെ താമസ സ്ഥലത്ത് നിന്ന് സുഹൃത്തിന്റെ അടുത്തേക്കെന്ന് പറഞ്ഞിറങ്ങിയ അഫ്സലിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. സുഹൃത്തിന്റെ താമസ സ്ഥലത്ത് ഉൾപ്പെടെ അന്വേഷിച്ചുവെങ്കിലും അഫ്സൽ അവിടെയും എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായതെന്ന് ബന്ധുക്കൾ പറയുന്നു. വിവരമറിഞ്ഞ് സൗദിയിൽ നിന്ന് അഫ്സലിന്റെ സഹോദരനും ദുബായിലെത്തിയിരുന്നു. അഫ്സലിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതിനിടെ ഒരു ദിവസം അഫ്സലിന്റെ മൊബൈൽ ഓൺ ആയതായി മനസ്സിലായെങ്കിലും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും ദുബായ് റാഷിദിയ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. അഫ്സലിനെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. 24 ദുബായ്. രഘുനന്ദന് പറയുകയാണ്, ഇലക്ഷൻ നേരിടുന്നതിന് പകരം മീൻവെള്ളം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടുണ്ടോ? ഇത് മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിക്കാനെല്ലാം ചോദിക്കുന്നു. ചേട്ടാ, ഇത് പക്ഷേ ഇത് ഒരു വ്യാജവാർത്തയാണ്. എന്താണ്, മുകേഷിന് നേരെ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ മീൻവെള്ളം ഒഴിച്ചു എന്നങ്ങനെ വ്യാജവാർത്തയോട് പ്രതികരിച്ചാണ്, അല്ലാതെ മുകേഷ് തന്നെ പറഞ്ഞല്ല. ആലുവയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം അന്തരീക്ഷത്തിൽ പറന്നു നടന്ന 500 രൂപ നോട്ടുകളെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനടുത്ത് 500 രൂപയുടെ നോട്ടുകൾ ഏതോ വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് വീണത്. പണം നഷ്ടപ്പെട്ട സ്ഥലം അന്വേഷിച്ച് ഉടമ എത്തിയപ്പോഴേക്കും കഥയാകെ മാറി. കാണാം ആലുവയിലെ പണക്കഥ. ₹500 നോട്ടുകൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് കണ്ട് നാട്ടുകാർ ഞെട്ടി. കഥയറിയാതെ വട്ടം കറങ്ങി. ചിലർ കിട്ടിയതൊക്കെ പെറുക്കി സ്ഥലം വിട്ടു. ആൾക്കൂട്ടം കണ്ടാണ് കമ്പനിപ്പടിയിലെ താമസക്കാരനായ നസീർ സ്ഥലത്തെത്തുന്നത്. ഏതോ പാവത്തിന്റെ പണമെന്ന് മനസ്സിലാക്കിയ നസീർ പോലീസിൽ വിവരമറിയിച്ചു. പണത്തിന് വളരെ ദാരിദ്ര്യം പിടിച്ചിരുന്ന കാലത്ത് നോട്ട് പറക്കണപ്പോൾ എന്നാലും വളരെയേറെ സഹകരിച്ച് നാട്ടുകാരെല്ലാം ആ പണം പെറുക്കി കൂട്ടി. മാത്രമല്ല, നാഷണൽ ഹൈവേ ആയതുകൊണ്ട് വാഹനങ്ങൾ വളരെ കൂടുതലുള്ള സമയവും വാഹനങ്ങൾ നിർത്തി നല്ല ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ റോഡിലെ പണം വാർത്തയായി. വാർത്ത കണ്ട് പണം പോയാൽ നസീറിനെ വിളിച്ചു. പത്തടിപ്പാലം സ്വദേശി അഷറഫ് കാക്കനാട്ടെ ഫ്രൂട്ട്സ് കടയിലേക്ക് സാധനം വാങ്ങി സ്കൂട്ടറിൽ തിരികെ പോകുമ്പോഴാണ് പോക്കറ്റിൽ നിന്ന് 40,000-ഓളം രൂപ പറന്നുപോയത്. ഞാൻ ഫ്രൂട്ട്സ് കടയിൽ പൈസയൊക്കെ കൊടുത്ത് ബാലൻസ് പൈസ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പോക്കറ്റിൽ വെച്ചാൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് വെച്ചത്, ഈ വേർക്കുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം 500 തൊട്ട് തന്നെയായിരുന്നു. ചില്ലറ സെപ്പറേറ്റ് വെക്കും, 500 ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. കടയിൽ വന്ന് ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പൈസ ഇല്ല, കവർ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ പോയി എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. കമ്പനിപ്പടിയിലെത്തി പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ അഷറഫ്. കുറച്ച് പണം തിരികെ കിട്ടി. ഇപ്പോൾ 6,500 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 4,500 രൂപ ഒരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 4,500 രൂപ വേറൊരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ബാക്കി പണം ആരുടെ കയ്യിൽ, അതെങ്ങനെ കണ്ടെത്തും? പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വാർത്തയൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അധികം ആൾക്കാർ നല്ല ആൾ തന്നെയാണ്, നല്ല ആളുകൾ തന്നെയാണ്. തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ഒരു പാവം പിടിച്ചോനാ, കൈ കിട്ടിയ പൈസ കൊണ്ടേ കൊടുത്തേക്ക് പാവ. അസത്യ പരാമർശം നടത്തിയതിന് LDF കൺവീനർ EP ജയരാജനെതിരെ നിയമ നടപടിക്ക് 24. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 24-നെതിരെ അസത്യ പരാമർശങ്ങൾ EP നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തതാണ് EP ജയരാജന്റെ ആരോപണത്തിന് പിന്നിൽ. മുഖ്യപ്രതികളിൽ ഒരാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലും EP ജയരാജനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ആദിവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരിച്ച സോണിയയ്ക്കൊപ്പം താമസിച്ചിരുന്ന വിലങ്ങാട് സ്വദേശി വാസുവിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിലങ്ങാട് പുഴയ്ക്കരികിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഇന്നലെയാണ് സോണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, ഇയാളുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായി പോലീസ് പറഞ്ഞത് എന്താണ്?
ഹഷ്മി, ഈ അറസ്റ്റിലായ വാസു മരിച്ച സോണിയക്കൊപ്പം താമസിച്ചിരുന്നയാളാണ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. ഈ രാത്രി സമയത്ത് ഇവർ രണ്ടുപേരും ഈ വിലങ്ങാട് പുഴയ്ക്കരികിലെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും അതിനെ തുടർന്ന് അതിനിടയിൽ ഈ സോണിയ താഴേക്ക് പതിച്ചു എന്നുള്ളതുമാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അങ്ങനെയാണ് ഈ സോണിയയുടെ മരണത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഈ പ്രദേശത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്നതാണ് നാട്ടുകാർ ഒരു പരിശോധന നടത്തുകയും തുടർന്ന് സോണിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു ദുരൂഹത ഉണർത്തുന്ന ഒരു മരണമാണ് എന്നുള്ളൊരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ശരീരത്തിലെമ്പാടും പരിക്കുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരവും ലഭിച്ചു. തുടർന്നാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത്. ഇതിൽ നിന്നാണ് വാസുവിന്റെ പങ്കിനെ കുറിച്ച് പോലീസിന് വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തു വരികയുമായിരുന്നു. തുടർന്നാണ് വാസു ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പോലീസിനോട് സമ്മതിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വാസുവിനെ കോടതിയിൽ ഹാജരാക്കും. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏതാണ്ട് പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മാർച്ച് 17 മുതൽ മാർച്ച് 20 വരെയാണ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ 36 വരെയും ഉയരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ 39 വരെയൊക്കെയാണ്. പാലക്കാടും കൊല്ലത്തൊക്കെ 39, 40 അടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാഗ്രതയായി. കോട്ടയം കരിമടത്ത് നടപ്പാലം അപകടാവസ്ഥയിലായത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ വിദ്യാർത്ഥി വെള്ളത്തിൽ വീണു. നാട്ടുകാർ ഇടപെടൽ മൂലമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. പുതിയ പാലമെന്ന ആവശ്യത്തോട് ഇതുവരെ അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. അമ്മയ്ക്കൊപ്പം സ്കൂളിൽ പോയ 2 കുരുന്നുകൾ പാലത്തിൽ കയറിയതും അതിലൊരാൾ വെള്ളത്തിലേക്ക് വീഴുന്നു. രണ്ടാമത്തെ കുട്ടിയും വീഴാൻ തുടങ്ങിയെങ്കിലും പാലത്തിന്റെ കമ്പിയിൽ പിടിച്ചു കിടന്നു. ഓടി വന്ന നാട്ടുകാർ കുട്ടികളെ രക്ഷിച്ചു. നാട്ടുകാരുടെ ആകെ മനസ്സിൽ തീ കോരിയിട്ട സംഭവത്തിന്റെ കനലുകൾ ഇപ്പോഴും എരിഞ്ഞടങ്ങിയിട്ടില്ല. കരിമഠം സ്വദേശികളായ ജിനീഷിന്റെയും പ്രിനയുടെയും മക്കളായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ ആ പാലത്തിലൂടെ ഇപ്പോഴും അവർ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മൾ കയറുമ്പോഴേ പാലം കുലുങ്ങി കൊച്ചു ഫസ്റ്റിലേ കയറി പാലം കുലുങ്ങി കൊച്ചെന്നെ പുറകോട്ട് നോക്കിയതും മറിഞ്ഞ് വീഴുക ചെയ്തത്. കൈവരിയെ പിടുത്തം കിട്ടിയില്ല. അവൻ താഴെ ഇരിക്കുകയും ഇപ്പം മറിഞ്ഞ് താഴോട്ട് വീഴുക ചെയ്തത്. കൈവരിയില്ല പാലത്തിന്റെ അടിയൊക്കെ ഭയങ്കര മോശം. തോടിന്റെ മറുകരയിലുള്ളവർക്ക് സ്കൂളിലെത്താൻ ഈ പാലമല്ലാതെ മറ്റ് മാർഗമില്ല. അല്ലെങ്കിൽ വള്ളത്തിൽ ഇക്കരെ എത്തണം. വീതിയില്ലാത്ത പാലങ്ങളും വഴികളുമെല്ലാം ഇവിടെയുള്ള ആളുകളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. അത്യാവശ്യമായി ഒന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു യാത്രാ സൗകര്യം ഇല്ല, ഒന്നുകൊണ്ടും. ഒരു പാലാണെങ്കിലും ആ രീതി മാത്രമേ ഉള്ളൂ. അത് നാട്ടുകാരും കൂടി സഹായിച്ചിട്ട് മാത്രമാണ് ആ പാലം അങ്ങനെ വന്നിരിക്കുന്നത്. ആരും ഒരു പാർട്ടിക്കാരും ഒന്നിനും വരുന്ന തിരക്കോ അന്വേഷിക്കോ ഒന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെ കയറുമ്പോൾ ഇപ്പോഴും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പേടിയാണ്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളെയും മാതാപിതാക്കൾ എടുത്തുകൊണ്ടാണ് അക്കരയിലേക്ക് എത്തിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളടക്കം പാലം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. എന്നാൽ ഇതുവരെ ഒന്നും നടന്നില്ല. ടോബി ജോൺസൺ, 24 കോട്ടയം. ആ പാലം കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പ്രത്യേകിച്ച് ആ ഏരിയയിലുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് അപകടത്തിന് ശേഷമൊക്കെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം സ്പീക്കർ എൻ ഷംസീറിന് ചില അതിഥികളുണ്ടായി. തെള്ളിയൂർ MCRD നവജ്യോതി സ്കൂളിലെ കുട്ടികളാണ് നിയമസഭാ മന്ദിരവും സ്പീക്കറെയും കാണാൻ എത്തിയത്. സമ്മാനങ്ങൾ നൽകിയാണ് സ്പീക്കർ കുട്ടികളെ യാത്രയാക്കിയത്. പത്തനംതിട്ട തെള്ളിയൂർ MCRD നവജ്യോതി സ്കൂളിലെ കുട്ടികളുടെ കുറേ നാളായുള്ള ആഗ്രഹമായിരുന്നു
നിയമസഭയും സ്പീക്കറെയും കാണുക എന്നത്. TV-യിൽ മാത്രമാണ് ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടുള്ളത്. കുട്ടികളുടെ സ്വപ്നം അധ്യാപകരും പരിശീലകരും ഏറ്റെടുത്ത് നടപ്പാക്കി. നിയമസഭയിലെത്തിയ കുട്ടികളെ സ്പീക്കർ സ്വീകരിച്ചു. അല്പനേരം കുശലാന്വേഷണം. നിയമസഭ നിയമസഭ എന്താണെന്നറിയോ? എന്തെന്നാ നിയമസഭ എന്ന് പറഞ്ഞാൽ? അസംബ്ലി എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്ന കേന്ദ്രം കേട്ടാ. ആരൊക്കെ ഇവിടെ ഉണ്ടാവാൻ വരാൻ? MLA-മാരറിയോ? ആരാ നിങ്ങളുടെ MLA? വേറെ ഉമ്മൻചാണ്ടി, പിന്നെ വേറെ ആരാ? പിണറായി വിജയൻ, പിന്നെ വിജയൻ. നിങ്ങൾക്ക് അറിയുന്ന MLA-മാരെ വീടുണ്ടോ? നിങ്ങളെല്ലാം പത്തനംതിട്ടക്കാരാ? കുട്ടികൾ സ്പീക്കർക്കായി പാട്ടുപാടി. ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുകയെന്നത് ക്ഷമാപൂർവമുള്ള ജോലിയാണെന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ AN ഷംസീർ. സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ സ്പീക്കർ യാത്രയാക്കിയത്. 24 തിരുവനന്തപുരം. അപ്പോൾ സ്പീക്കർക്കും കുട്ടികൾക്കും ആശംസകൾ. നമ്മുടെ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ